ശ്രീതേട്ട, ബീഹാർ ഇലക്ഷന് തിരിച്ചടി നേടിയിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ശശി തരൂർ എം പി പറയുന്നത് സംസ്ഥാനത്ത് പ്രചരണം നടത്തിയവരോട് ഇതിന്റെ കാരണം ചോദിക്കണമെന്നാണ്. ഈ ശശി തരൂരിൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള പ്രചരണവും പ്രതികരണങ്ങളും മൊത്തം നോക്കിയാൽ മതി. മൊത്തം കോൺഗ്രസ് വിരുദ്ധ, അല്ലെങ്കിൽ നെഹ്റു ഫാമിലിയെ എവിടെയൊക്കെ വിമർശിക്കാൻ കഴിയും വിമർശിക്കുക, നരേന്ദ്രമോദിയെ എവിടെയൊക്കെ പ്രശംസിക്കുക, BJPക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു ശശി തരൂർ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാർ പോലൊരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നിട്ടും താനൊരു നാഷണൽ ഫിഗറാണെന്ന് സ്വയം പറയുകയും ചെയ്യുന്ന ഒരാളായിട്ട് പോലും ശശി തരൂരിനെ ബീഹാറിലേക്ക് കോൺഗ്രസ് അടുപ്പിച്ചിട്ടേ ഇല്ല. ഒരു യോഗത്തിൽ പ്രസംഗിക്കാനോ ഒരു പ്രചരണം നടത്താനോ വിളിച്ചില്ല. കാരണം കോൺഗ്രസിന് തന്നെ അറിയാം ഇത് വിശ്വസിക്കാൻ പറ്റില്ല, ശശി തരൂർ എന്തായിരിക്കും ആ യോഗത്തിൽ വന്ന് പറയാൻ പോവുക എന്ന്. കാരണം ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോക്കിയാൽ മതി, ശശി തരൂരിൻ്റെ പ്രസ്താവനകളെല്ലാം അല്ലെങ്കിൽ ലേഖനങ്ങളെല്ലാം കോൺഗ്രസിനെ ലീഡ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന ലെവലിലായിരുന്നു. ഒരു ലേഖനത്തിൽ എഴുതുന്ന അവിടെ കുടുംബാധിപത്യമാണ്, കുടുംബരാജാണ് എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പം സ്വാഭാവികമായും ബീഹാറിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേതൃത്വം നൽകുന്ന ഇലക്ഷൻ, അതേപോലെ തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ മകനായ തേജസ്വി യാദവ് ലീഡ് ചെയ്യുന്ന ഇലക്ഷൻ, ആ ഇലക്ഷനിലേക്ക് ഒരിക്കലും ശശി തരൂരിനെ പങ്കെടുപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് ശശി തരൂർ അത് കാത്തിരുന്നു, ആ പതിയിരുന്ന് കാത്തിരുന്നു. പാർട്ടി തോറ്റപ്പോൾ തൻ്റെ പ്രതികാരം തീർത്തു. കാരണം ശശി തരൂരിനെ MP ആക്കി, കേന്ദ്രമന്ത്രിയാക്കി, എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുകയും ഇപ്പോഴും JPC അധ്യക്ഷനാക്കി വെച്ചേക്കുകയും ചെയ്യുന്ന പാർട്ടി തോറ്റപ്പോൾ വളരെ സന്തോഷത്തോടെ തൻ്റെ പ്രതികാരം തീർക്കുന്ന ഒരു കമൻ്റാണ് നടത്തിയത്. കാരണം അതിൽ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്, പ്രചരണം നയിച്ചവർ മറുപടി പറയണം, ഞാൻ പ്രചരണത്തിന് പോയിട്ടില്ല. അവിടെ ആരാണ് പ്രചരണം നയിച്ചത്? പ്രചരണം നയിച്ചത് രാഹുൽ ഗാന്ധിയാണ്. പ്രധാനമായിട്ട് നയിച്ച വോട്ട് യാത്ര, വോട്ട് ചോരിയെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഒരു യാത്ര നടത്തി, ബീഹാർ മൊത്തം യാത്ര നടത്തി. അപ്പോൾ സ്വാഭാവികമായി യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിയെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ നടത്തിയ ഒരു കമൻറ്റാണ്. ഇതിനകത്ത് പാർട്ടി പരാജയപ്പെട്ടു, അതിൽ പഠനം വേണം എന്നെല്ലാം പറയുന്നതെല്ലാം ഓക്കെ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഒരു സ്വന്തം പാർട്ടി പരാജയപ്പെട്ടു, അതിനെ പഠിക്കണം എന്ന് പറയാം. പക്ഷേ അതിന് ഒരു പടി കൂടെ കഴിഞ്ഞ് ഞാനവിടെ പ്രചരണത്തിന് പോയിട്ടില്ല, പ്രചരണത്തിന് പോയവർ മറുപടി പറയണമെന്ന് പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യാണ്. ശശി തരൂർ ഇതുവരെ തുടർന്ന് വന്നിരുന്ന ഒരു വിമർശന ലൈനിന്റെ ഇത് തന്നെയാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ ഇത്തരം നിലപാടുകൾ എടുക്കുന്നതിലൂടെ ശശി തരൂർ എന്താണ് ലക്ഷ്യമിടുന്നത്? പാർട്ടിക്കകത്ത് എന്തായിരിക്കും ഇനി അദ്ദേഹത്തിന്റെ അവസ്ഥ? ശശി തരൂരിനെ സംബന്ധിച്ച് സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തേക്ക് പോവുക എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കാം അദ്ദേഹം മുന്നിൽ കാണുന്നതെന്നാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തുന്ന, അല്ലെങ്കിൽ ഈ സമയങ്ങളിലെല്ലാം പാർട്ടിയെയും നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കുകയും കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നതിലൂടെ ശശി തരൂർ ലക്ഷ്യമിടുന്നത് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോവുക, ഒരു രക്തസാക്ഷി ഇമേജിൽ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഈ ലഭിച്ച അവസരത്തിൽ പോലും പാർട്ടി ഇത്രത്തോളം തകർന്ന് കോൺഗ്രസ് ഒരു പുനരുജ്ജീവനത്തിന് ശ്രമിച്ചത് തീർത്തും പരാജയപ്പെട്ട് മാളത്തിലിരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെയും അതിൻ്റെ നേതൃത്വത്തെയും ഈ രീതിയിൽ വിമർശിക്കുന്നത് പാർട്ടിയിലേക്ക് എന്നെ പുറത്താക്കുക, അല്ലെങ്കിൽ എന്നെ പുറത്തേക്കുള്ള വഴി കാണിക്കൂ എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ്. കാരണം സ്വയം രാജിവെച്ച് പോയി കഴിഞ്ഞാൽ ഒരു രക്തസാക്ഷി ഇമേജ് കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഒരു നടപടി എടുത്ത് എന്നെ പുറത്താക്കുമ്പോൾ എനിക്ക് പുറത്തിറങ്ങി ഒരു രക്തസാക്ഷി ഇമേജിൽ പുറത്തിറങ്ങാം, മറ്റുള്ളവരുമായി എനിക്ക് ബാർഗെയിൻ ചെയ്യാം, വിശ്വപൗരൻ എന്നുള്ള എൻ്റെ ലേബൽ മാർക്കറ്റ് ചെയ്യാം. ഇതൊക്കെ തന്നെയായിരിക്കാം ശശി തരൂർ ലക്ഷ്യമിടുന്നതെന്ന് നമുക്ക് കരുതാം. പിന്നെ ശശി തരൂരിൻ്റെ കോൺഗ്രസിലെ ഭാവി എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ ഇനി ശശി തരൂരിന് എന്താകണമെന്നുള്ളതാണ്. കാരണം ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാൻ വേണ്ടി നിന്ന ആളാണ്. കേരളത്തിൽ പോയി ഇപ്പോൾ എങ്ങും കാണാനില്ല. തിരുവനന്തപുരത്ത് സ്വന്തം മണ്ഡലത്തിൽ പോലും ശശി തരൂർ വന്നൊരു പരിപാടി നടത്തിയിട്ട് കാലങ്ങളായെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ തന്നെ നമ്മൾ കണ്ടിട്ടില്ല, ഇവിടെ ഒരുപാട് പരിപാടികൾ കോൺഗ്രസിൻ്റെ പരിപാടി നടന്നിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടക്കുന്നുണ്ട്, പോരാഞ്ഞിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, കോൺഗ്രസ് വലിയ അഭിമാന പോരാട്ടമായി തിരുവനന്തപുരം കോർപ്പറേഷൻ കാണുന്നുണ്ട്. ഇവിടെയെങ്കിലും ശശി തരൂർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ശശി തരൂരിന് വലിയ ഭാവിയൊന്നും കാണുന്നില്ല. അത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മുതൽ ഒരു ഗുഡ് എൻട്രിയിൽ നിന്ന് പുറത്തായ ആളാണെന്നാണ് ശശി തരൂർ സ്വയം വിശ്വസിച്ച് ഇതെല്ലാം കാണുന്നത്. അപ്പോഴും ശശി തരൂർ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, അവസാനം JPC അധ്യക്ഷനാക്കിയത് പോലും സോണിയാഗാന്ധി ഇടപെട്ടിട്ടാണ്. അങ്ങനെ പദവികളെല്ലാം കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ ആ പാർട്ടി തോറ്റ് തുന്നം പാടിയിരിക്കുന്ന സമയത്ത് ഈ രീതിയിൽ ആക്രമിക്കുന്നത് ശരിയാണെന്ന് ശശി തരൂരാണ് ചിന്തിക്കേണ്ടത്. ശശി തരൂരിന് കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നീടുള്ള ഒരു വാതില് BJP ആണ്. അപ്പോൾ BJPയിലോട്ട് ചേക്കേറാനുള്ള ഒരു നീക്കങ്ങളാണോ ഇത്? അല്ല, അങ്ങനെ തന്നെ നമുക്ക് കരുതാം. അല്ലാതെ വേറൊരു ഓപ്ഷനോ അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ നീക്കമൊന്നും ശശി തരൂരിന് നടക്കാനുള്ള, അല്ലെങ്കിൽ സ്വന്തമായ ഒരു പാർട്ടി
പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുമായി സംസ്ഥാനത്ത് വന്ന് മത്സരിച്ച് അതിനുള്ള ഒരു രാഷ്ട്രീയ ശേഷിയൊന്നും ശശി തരൂരിനില്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരു ലേബലിലാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ ആ വന്നിറങ്ങുമ്പോൾ UN ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു ലേബൽ മാത്രമായിരുന്നു ശശി തരൂരിനുണ്ടായിരുന്നത്. ഇവിടെ ഒന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച് MP ആയി. അതിനുശേഷവും രാഷ്ട്രീയപരമായി സ്വന്തമായി കുറച്ച് അണികളെ ഉണ്ടാക്കുകയോ സ്വന്തമായി ഒരു നേതാവാണ് ഞാനെന്ന ഒരു നേതൃഗുണം കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ള ആളല്ല ശശി തരൂർ. ശശി തരൂരിൻ്റെ എഴുത്തുകൾ, അയാളുടെ ഒരു ഇൻ്റലക്ച്വലായ മുഖം, ഇതെല്ലാം വെച്ച് മുന്നോട്ട് പോവുക. പിന്നെ സാധാരണയായ കേരളത്തിലെ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർ വിജയിപ്പിക്കുക. ഇലക്ഷൻ ആകുമ്പോൾ മാത്രമാണ് ശശി തരൂർ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്. പലപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാട് തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ സമരം നടന്നപ്പോൾ കോൺഗ്രസ് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമായിരുന്നു. എന്നാൽ ശശി തരൂരായിരുന്നെങ്കിൽ അത് അദാനിക്കും വിഴിഞ്ഞം പോർട്ടിനും ഒപ്പമായിരുന്നു. അങ്ങനെ കോൺഗ്രസിന് വിരുദ്ധമായ നിലപാടുകൾ പലതവണ സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളൊരു വഴി BJPയിലേക്ക് പോകുക എന്നുള്ളതാണ്. അല്ല സ്വന്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുക, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക, കേരളത്തിൽ വരിക, അങ്ങനെയുള്ള ഒരു ശേഷിയൊന്നും ശശി തരൂരിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഏത് രീതിയിലായിരിക്കും ശശി തരൂരിനെ കൈകാര്യം ചെയ്യുക? കോൺഗ്രസ് പലതവണയായിട്ട് ശശി തരൂരിനെ അവഗണിച്ച് കളയുക എന്നുള്ളൊരു സമീപനത്തിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ ഈ നെഹ്റു കുടുംബത്തെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ലേഖനം, LK അദ്വാനിയുടെ രഥയാത്രയെ പുകഴ്ത്തുന്ന ഒരു ലേഖനം, ഇതെല്ലാം വന്നപ്പോൾ തന്നെ കോൺഗ്രസിലെ നേതാക്കൾ ചെറിയ രീതിയിൽ തന്നെ ഒരു ട്രാക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആദ്യം യുവജന നേതാക്കളും KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നവരൊക്കെയാണ് ശശി തരൂർ പുറത്തു പോകുക എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം കടന്ന് ഒരു മുതിർന്ന നേതാവായ MM ഹസൻ തന്നെ ഇന്ന് തുറന്നടിച്ചിട്ടുണ്ട്. ശശി തരൂരിന് വർക്കിംഗ് കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് ഒഴിവാവുക, തല മറന്ന് എണ്ണ തേക്കരുത്, പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ പുറത്തു പോവുക എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ശശി തരൂരിനെ ഇവിടെ കൊണ്ടുവന്നതും ജയിപ്പിച്ചതും ഈ സ്ഥാനങ്ങളെല്ലാം തന്നത് നെഹ്റു കുടുംബമാണ്, അത് മറക്കരുത്, പുറത്തു പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പറഞ്ഞതാരാണ്? MM ഹസനാണ്. മുൻ KPCC പ്രസിഡന്റ് ആയിരുന്നു, UDFന്റെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ അത്രയും പദവിയിലിരുന്ന ഒരു മുതിർന്ന നേതാവ് തന്നെ ശശി തരൂരിനോട് പറഞ്ഞിരിക്കുകയാണ് പാർട്ടിക്ക് പുറത്തു പോകാൻ. ഇതൊരു സൂചന തന്നെയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ കൂടുതൽ പ്രതികരണങ്ങൾ തരും. ശശി തരൂരിനോട് പുറത്തു പോകുന്നതിന് പച്ചയ്ക്ക് ആവശ്യപ്പെടുക എന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് ഉറപ്പായെന്നതിൻ്റെ ഒരു സൂചനയാണ് ഹസൻ്റെ ഇന്നത്തെ പ്രതികരണം.